തമിഴക രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം പിറന്നിരിക്കുകയാണ്. നിയമസഭയിൽ നടന്ന നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയ് സർക്കാർ വിജയം കൈവരിച്ചു. കേവല ഭൂരിപക്ഷത്തിന് 117 പേരുടെ പിന്തുണ വേണമെന്നിരിക്കെ 144 MLA-മാരുടെ പിന്തുണയോടെയാണ് TVK സർക്കാർ സഭയിൽ കരുത്തു തെളിയിച്ചത്. ഈ വോട്ടെടുപ്പോടെ തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷമായ AIDMK ഔദ്യോഗികമായി പിളർപ്പിന്റെ പാതയിലായി. സഭയിലെ വോട്ടിംഗ് നില പരിശോധിച്ചപ്പോൾ ഭരണപക്ഷത്തിന് ലഭിച്ച അപ്രതീക്ഷിത പിന്തുണ വ്യക്തമാകും. 119 MLA-മാരുടെ പിന്തുണയുമായി വിശ്വാസ വോട്ടിന് നേരിട്ട വിജയ് സർക്കാരിന് AIDMK-യിലെ 25 വിമത MLA-മാരുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ ആകെ വോട്ടുകൾ 144 ഉയർന്നു. ഈ വമ്പിച്ച വിജയത്തോടെ അടുത്ത 6 മാസത്തേക്ക് വിജയ് സർക്കാരിന് യാതൊരു ഭീഷണിയുമില്ലാതെ ഭരണം തുടരാനാകും. പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള ഈ ചോർച്ച എടപ്പാടി പളനിസ്വാമി പക്ഷത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. വിശ്വാസ വോട്ടെടുപ്പ് വേളയിൽ ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK അംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ സഭ വിട്ടിറങ്ങിയിരുന്നു. എന്നിരുന്നാലും AIDMK-യിലെ ഒരു വലിയ വിഭാഗത്തെ സ്വന്തം പക്ഷത്തെത്തിക്കാൻ കഴിഞ്ഞത് വിജയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. തിരശ്ശീലയിലെ സൂപ്രധാനം രാഷ്ട്രീയ കളരിയിലും താൻ ഒട്ടും പിന്നിലല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ വോട്ടെടുപ്പോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി മാറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ വരുംകാല രാഷ്ട്രീയം ഈ പുതിയ ധ്രുവീകരണത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും നീങ്ങുക. വിജയ് സർക്കാരിന്റെ വിജയം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കേവലം ഒരു അധികാര ഉറപ്പിക്കൽ മാത്രമല്ല, മറിച്ച് പ്രധാന പ്രതിപക്ഷമായ AIDMK-യുടെ തകർച്ചയുടെ തുടക്കം കൂടിയാണ്. വിശ്വാസ വോട്ടെടുപ്പിനിടെ സഭയ്ക്കുള്ളിൽ കണ്ടത് AIDMK എന്ന പ്രസ്ഥാനം ഔദ്യോഗികമായി 2 വിഭാഗങ്ങളായി പിളരുന്നതായാണ്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം വിജയ് പക്ഷത്തേക്ക് ചേക്കേറി. എടപ്പാടി പളനിസ്വാമിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് 25 വിമത MLA-മാർ വിജയ് സർക്കാരിനെ പിന്തുണച്ചു. ഇതോടെ പാർട്ടിയിലെ പിളർപ്പ് പരസ്യമായി. പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യാൻ എടപ്പാടി പക്ഷത്ത് അവശേഷിച്ചത് വെറും 22 പേർ മാത്രമാണ്. ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK അംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ BJP-യുമായുള്ള വിജയുടെ അവിശുദ്ധ കൂട്ടുകെട്ടിനെയാണ് തങ്ങൾ എതിർക്കുന്നതെന്ന സന്ദേശമാണ് DMK നൽകുന്നത്. സഭയിലെ ഈ നാടകീയ നീക്കങ്ങൾക്കിടയിലും 5 MLA-മാർ ആർക്കും വോട്ട് ചെയ്യാതെ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു. എന്നാൽ AIDMK-യിലെ ഈ വലിയ ചോർച്ച വിജയ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇനി AIDMK-ക്ക് അനുകൂലമായിരിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. പ്രതിപക്ഷത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരണം സുരക്ഷിതമാക്കിയ വിജയ് DMK-ക്ക് മുന്നിൽ പുതിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. തമിഴകത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഈ പിളർപ്പ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. തമിഴ്നാട് നിയമസഭയിൽ ഇന്ന് നടന്നത് കേവലം ഒരു വോട്ടെടുപ്പല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി തുടരുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന കാഴ്ചയാണ്. 144 MLA-മാരുടെ പിന്തുണയോടെ വിജയ് സർക്കാർ വിജയിച്ചതോടെ തമിഴ്നാട്ടിൽ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണം പൂർണ്ണമായിരിക്കുകയാണ്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചൂടുവെച്ച വിജയ് തന്റെ ആദ്യ പരീക്ഷണം തന്നെ വമ്പൻ വിജയമാക്കി മാറ്റിയിരിക്കുന്നു. AIDMK-യിലെ 25 വിമതർ വിജയെ പിന്തുണച്ചതോടെ പാർട്ടി ദുർബലമാവുകയും തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷം എന്ന സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. DMK-ക്ക് ബദലായി TVK-യും വിജയും ഉയർന്നു വരുന്നത് തമിഴകം ഇനി ഇരുധ്രുവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുമെന്നതിന്റെ അടയാളമാണ്. അടുത്ത 6 മാസത്തേക്ക് സഭയിൽ സുരക്ഷിതമായ ഭൂരിപക്ഷം ഉറപ്പാക്കിയതോടെ വിജയ് സർക്കാരിന് വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ തടസ്സങ്ങളില്ല. DMK വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് തന്ത്രപരമായ നീക്കമാണെങ്കിലും തമിഴ് ജനതയ്ക്കിടയിൽ വിജയ് എന്ന നേതാവിനുണ്ടായ സ്വീകാര്യത ഉദയനിധി സ്റ്റാലിനും സംഘത്തിനും വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയാകും. തിരശ്ശീലയിലെ താരപദവിയിൽ നിന്ന് ഭരണാധികാരി എന്ന പദവിയിലേക്ക് വിജയ് നടത്തുന്ന ഈ യാത്ര ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അസ്ഥിവാരം ഇളക്കുമോ എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്.